Good morning, all. Our new topic is speech impairment. Speech impairment refers to any condition that affects a person's ability to produce speech sounds or use speech effectively for communication. സ്പീച്ച് ഇമ്പയർമെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുന്നത് പ്രോപ്പറായിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതിരിക്കുക, ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇറ്റ് ഇൻവോൾവ്സ് ഡിഫിക്കൽട്ടീസ് വിത്ത് ആർട്ടിക്കുലേഷൻ, ഫ്ലുവൻസി, വോയിസ് ക്വാളിറ്റി ഓർ ലാംഗ്വേജ് പ്രൊഡക്ഷൻ ആൻഡ് ക്യാൻ ഇമ്പാക്ട് എ പേഴ്സൺസ് എബിലിറ്റി ടു സ്പീക്ക് ക്ലിയർലി ഓർ ബി അണ്ടർസ്റ്റുഡ് ബൈ അതേഴ്സ്. ക്ലിയർ ആയിട്ട് സ്പീക്ക് ചെയ്യാൻ പറ്റാതിരിക്കുകയും അവർ പറയുന്ന ഒരു കാര്യം കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. സ്പീച്ച് ഇമ്പയർമെന്റ് ക്യാൻ ഒക്കർ ഇൻ ബോത്ത് ചിൽഡ്രൻ ആൻഡ് അഡൽട്സ് ആൻഡ് മേ റേഞ്ച് ഫ്രം മൈൽഡ് ടു സിവിയർ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉള്ളതാണ്. ഇത് അതിന്റെ ആ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്ന റേഞ്ചിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ചിലർക്ക് മൈൽഡ് ആയിട്ടായിരിക്കാം, ചിലർക്ക് സിവിയർ ആയിട്ടായിരിക്കാം വരുന്നത്. ടൈപ്സ് ഓഫ് സ്പീച്ച് ഇമ്പയർമെന്റ്. Articulation disorders. This occurs when a person has difficulty in pronouncing words or sounds correctly. കറക്റ്റ് ആയിട്ട് വേർഡ്സും സൗണ്ട്സും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയാതിരിക്കുക. These disorders are often seen in young children as they develop language but can persist if not addressed. Fluency disorders. These involve disruptions in the flow of speech. ഒരു ഫ്ലോ ഇല്ലാതെ വരിക, സംസാരിക്കുന്ന ഒരു ഫ്ലുവൻസി, ഒരു ഓർഡറിൽ നമുക്ക് കേൾക്കാൻ പറ്റാതെ, അതായത് സ്റ്റട്ടറിങ് അതിൽ വരുന്നതാണ്, റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുക എന്നത്, ക്ലട്ടറിങ് വരുന്നത്, ഇറഗുലർ ആയിട്ടുള്ള സ്പീച്ച്, ഇതൊക്കെ വരുന്നത് ഫ്ലുവൻസി ഡിസോർഡറിലാണ് വരുന്നത്. അതിന്റെ സിവിയറിറ്റി അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങൾ വരാവുന്നതാണ്. വോയിസ് ഡിസോർഡർ. വോയിസ് ഡിസോർഡർ അഫക്റ്റ് ദ പിച്ച്, വോളിയം ഓർ ക്വാളിറ്റി ഓഫ് ദ വോയിസ്. These disorders can be caused by physical issues with the vocal cords or misuse of the voice, such as overuse or improper vocal technique കൊണ്ട് സംഭവിക്കുന്നതാണ്. Apraxia of speech. This is a motor speech disorder where the brain has difficulty to coordinating the muscle movements needed for speech. ബ്രെയിനിൽ വരുന്ന കോർഡിനേഷൻ ഇല്ലായ്മയാണ്. A person with apraxia may know what they want to say but find it challenging to pronounce the words correctly. അതായത് അപ്രാക്സിയ ഉള്ള ഒരാൾക്ക് അയാൾക്ക് എന്താണ് പറയേണ്ടതെന്നുള്ളൊരു ഐഡിയ ഉണ്ട്, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് വേർഡ്സ് ആയിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. This disorder often seen in both children and adults. It often following a brain injury, stroke or neurological condition കൊണ്ടിട്ടും വരാവുന്നതാണ്. Dysarthria. This is a condition caused by weak or uncoordinated muscles used for speech. It can result from neurological conditions like stroke, Parkinson's disease or multiple sclerosis. People with dysarthria may speak slowly with a slurred or unclear speech, making communication difficult. കറക്റ്റ് ആയിട്ട് പറയാത്തത്, സ്ലോ ചെയ്ത് പറയുന്നതും, അതുപോലെ അവരുടെ സ്ലേർഡ് ആയിട്ടുള്ള അൺക്ലിയർ ആയിട്ടുള്ള സൗണ്ട് പുറപ്പെടുവിക്കുന്നതൊക്കെ സംസാരം ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്നു.